അതുപോലെ മാനുവലായിട്ട് വണ്ടി ഓടിക്കണമെങ്കിൽ നമുക്ക് മാനുവൽ ഇട്ടിട്ട് പ്ലസ് മൈനസ് ഇട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ റിവേഴ്സ്, ഇവിടെ തന്നെ റിവേഴ്സും ഉണ്ട്. ട്രാക്ഷൻ കൺട്രോൾ, അതുപോലെ തന്നെ ഡിഫ് ലോക്ക്, നമ്മൾ ഏതെങ്കിലും മഡിലൊക്കെ അകപ്പെടുവാണെങ്കിൽ ഡിഫ് ലോക്ക് ഓൺ ആക്കിയിട്ട് നമുക്ക് എടുക്കാം. പെട്ടെന്ന് നാവിഗേഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നാവിഗേഷൻ എടുക്കുന്നു. എമർജൻസി സിറ്റുവേഷനിൽ ഇപ്പോൾ ട്രക്ക് മാറിയോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതിൽ കൂടെ എസ്കേപ്പ് ആനുള്ള ഓപ്ഷനും അവിടെ എമർജൻസി എക്സിറ്റും വെച്ചിട്ടുണ്ട്. ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വോൾവോൻ്റെ FH500 എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്യാബിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. കാറുകൾ മാത്രം മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരുന്ന വോൾവോ എന്ന് പറഞ്ഞ കമ്പനി അവരുടെ ആദ്യത്തെ ട്രക്ക് 1928 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതൊരു 4 സിലിണ്ടർ എഞ്ചിൻ വരുന്ന സീരീസ് 1 എന്ന് പറഞ്ഞ മോഡലായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഇതൊരു ഭയങ്കര ഹിറ്റായിരുന്നു. ഏകദേശം 500 മുകളിൽ ട്രക്കുകളാണ് ആ കുറഞ്ഞ സമയം കൊണ്ട് വിറ്റുപോയത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന FH എന്ന് പറഞ്ഞ മോഡൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1993 ഫോർവേഡ് കൺട്രോൾ ഹൈ എൻട്രി എന്നാണ് FHൻ്റെ ഫുൾ ഫോം. 13 ലിറ്റർ 6 സിലിണ്ടർ എഞ്ചിനാണ് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏകദേശ പവർ 500 HP ആണ്. പിന്നെ നോർമൽ എല്ലാ ട്രക്കിനും വരുന്ന പോലെ തന്നെ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് ഇതിനും വരുന്നത്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സേഫ്റ്റി ഫീച്ചേഴ്സ് ഉള്ള ഒരു ട്രക്കാണിത്. നമുക്ക് എല്ലാവർക്കും അറിയാം, സീറ്റ് ബെൽറ്റ് എന്നുള്ള കൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് വോൾവോ ആണ്. അപ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാം സേഫ്റ്റിയുടെ കാര്യത്തിൽ അവർ എത്രത്തോളം മുൻപന്തിയിലാണെന്ന്. ഇതുവരെ ഇറങ്ങിയ വോൾവോൻ്റെ ട്രക്കിനെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ക്യാബിൻ ഹൈറ്റ് വരുന്ന ട്രക്കാണിത്. പിന്നെ ഈ ഒരു ട്രക്കിൽ ഡബിൾ ബെർത്താണ് വരുന്നത്. അതുപോലെ തന്നെ ഫ്രിഡ്ജും ഓവനും എല്ലാ കാര്യങ്ങളും ഈ ട്രക്കിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഇനി നമുക്ക് ഈ ട്രക്കിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. ഇത് ഡോർ ഹാൻഡിലിൻ്റെ ുള്ള സ്വിച്ചുകളാണിത്. ഡോർ ഹാൻഡിൽ വരുന്നത് ഇത് ഫസ്റ്റ് ക്യാബിൻ ലോക്ക്, ക്യാബിൻ അൺലോക്ക് സ്വിച്ചുകളാണിത്. അതായത് ഡോർ അൺലോക്ക് ചെയ്യാനും ലോക്ക് ചെയ്യാനുള്ള സ്വിച്ച്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സൈഡ് വിൻഡോ തുറക്കാനും ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനുള്ള സ്വിച്ചുകളാണ് രണ്ട് സൈഡിലെ. പിന്നെ വരുന്നത് മിററിൻ്റെ സ്വിച്ചുകളാണ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും, ഇത് റൈറ്റ് മിററിൻ്റെ ഡൗൺ മിററിൻ്റെ ഉള്ളത്, അതായത് ബ്ലൈൻഡ് സ്പോട്ടിൻ്റെ ചെറിയ മിററിൻ്റെയും ഇത് വലിയ മിററിൻ്റെയാണ്. ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മിറർ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ മിററിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇപ്പോൾ മിറർ ലെഫ്റ്റിലോട്ട് മൂവ് ആവുന്നുണ്ട്. ഇതുപോലെ തന്നെ ഈ ബട്ടൺ റൈറ്റിലോട്ട് ഞെക്കി കഴിഞ്ഞാൽ, ജോയിസ്റ്റിക്ക് ചെക്ക് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റിലോട്ട് മാറ്റാൻ പറ്റും. വീണ്ടും അത് ഓഫ് ചെയ്യാൻ വേണ്ടി സെയിം സ്വിച്ചിൽ തന്നെ ഞെക്കിയാൽ മതി. നെക്സ്റ്റ് വരുന്ന സ്വിച്ചുകൾ ഇത് ഹീറ്റഡ് മിററാണ്. ഇപ്പോൾ നമുക്ക് മിസ്റ്റേക്ക് ഉള്ള സമയത്ത് മിറർ ബ്ലെയർ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഇത് ഹീറ്റ് ഓൺ ചെയ്യാൻ പറ്റും. അടുത്ത് നമ്മൾ മീറ്റർ കൺസോളിലേക്ക് വരികയാണെങ്കിൽ നെക്സ്റ്റ് ഫസ്റ്റ് ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് കാണിക്കാം. ഇതിപ്പം ഹെഡ്ലൈറ്റ് ഓട്ടോയിലാണ് കിടക്കുന്നത്. നമുക്കിത് പല മോഡിലേക്ക് മാറ്റാവുന്നതാണ്. ഓട്ടോയിലിടുകയാണ് എപ്പോഴും നല്ലത്. പിന്നെ വരുന്നത് ഹസാർഡ് സ്വിച്ചാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമുക്ക് ലൈറ്റിൻ്റെ പല സെറ്റിങ്സ് മാറ്റാം, ആ സൈഡിൽ നിന്ന് പറ്റും. പിന്നെ അടുത്തത് ഈ സൈഡിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് AC വിൻഡോ ഇത് വരുന്നത് കാണാൻ പറ്റും. അവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചാണിത്. ഇത് വിൻഡോ വരുന്നത് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനുള്ള ഇതാണിത്. ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ വീണ്ടും സ്റ്റിയറിങ്ങിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിയറിങ്ങിൽ റൈറ്റ് സൈഡിൽ കാണുന്നത് ഇത് മീറ്റർ കൺസോളിൻ്റെ ഫങ്ഷൻസിനുള്ള സ്വിച്ചാണ്. ഇപ്പോൾ മീറ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുള്ള് എല്ലാ ഇൻഫർമേഷനും. അത് പല മോഡിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ മിറർ കൺസോൾ സ്വിച്ച് ചെയ്യാൻ പറ്റും. അതുകൂടാതെ നമ്മുടെ മോർണിംഗ് വാക്ക് അറൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് പുറത്തിറങ്ങാതെ തന്നെ വണ്ടിയിൽ നിന്ന് തന്നെ വണ്ടിയുടെ എല്ലാം ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും ഓരോ ഫങ്ഷൻസ്. ഇതിപ്പോൾ എൻ്റെ കൂളൻ ടെമ്പറേച്ചർ, എൻജിൻ ഓയിൽ പ്രഷർ, എൻജിൻ ഓയിൽ ടെമ്പറേച്ചർ, ബാറ്ററിയുടെ പവർ, അങ്ങനെ എല്ലാ സ്റ്റാറ്റസും ഇതിൻ്റെ അകത്ത് തന്നെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് മീറ്റർ കൺസോൾ തന്നെ പല ഡിസ്പ്ലേ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് മാറ്റാൻ സാധിക്കുന്നതാണ്. താഴോട്ടും മുകളിലോട്ടും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള മോഡലിലേക്ക് മാറ്റാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് ഇവിടെ വരുന്നത് നമ്മുടെ ജസ്റ്റ് കോൾ അറ്റൻഡ് ചെയ്യാനും അങ്ങനെയുള്ള ബട്ടണാണ് വരുന്നത്. ഈ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രീൻ കളറിലും ഇതിലും. ഇത് നമുക്ക് ബ്ലൂടൂത്തായിട്ട് ഇതായിട്ട് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കോൾ ഇവിടുന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇത് ഹോം ബട്ടൺ, ബാക്കി എല്ലാ കാര്യങ്ങളും ഇത് മീറ്റർ കൺസോളിൽ ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ചാണ്. അതുകൂടാതെ റൈറ്റ് സൈഡിലുള്ള പിന്നെ വരുന്നത് നമ്മുടെ റിട്ടാർഡർ. ഇത് റിട്ടാർഡറിൻ്റെ സ്വിച്ചാണ്. ഇതിപ്പോൾ റിട്ടാർഡർ ഓട്ടോ മോഡിലാണ് കിടക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് താഴോട്ട് 1 2 3 വരെ ഉണ്ട്. നിങ്ങൾക്ക് മീറ്ററിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ 3 റിട്ടാർഡർ വന്ന് കിടപ്പുണ്ട്. ഇതിപ്പോൾ 2 1 ആൻഡ് ഇറ്റ്സ് 0. ദെൻ ഇത് ഓട്ടോ മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോ മോഡിലാകും. ഇപ്പോൾ നമ്മുടെ ഓട്ടോ മോഡിലാണ് റിട്ടാർഡർ കിടക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് വൈപ്പറിൻ്റെ സ്വിച്ചാണ്. ഇത് നമ്മുടെ നോർമൽ വൈപ്പർ വാഷ് ചെയ്യണം, ജസ്റ്റ് അപ്പ് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വൈപ്പർ വാഷർ വന്നിട്ടുണ്ട്. അതുകൂടാതെ ഈ സെയിം വൈപ്പറിൻ്റെ ഇവിടെ തന്നെ പല വൈപ്പർ മോഡിലോട്ടാകാൻ വേണ്ടി നമുക്ക് താഴോട്ട് 1 2 3 അങ്ങനെ പല മോഡിലേക്കും വൈപ്പർ ചെയ്യാൻ പറ്റുന്നതാണ്.
നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സ്റ്റിയറിങ്ങിൽ തന്നെയുള്ള ലെഫ്റ്റ് സൈഡിലുള്ള സ്വിച്ചുകളാണ്. ഇത് വരുന്നത് ക്രൂയിസിൻ്റെ സ്വിച്ചുകളാണ്. ക്രൂയിസ് കൺട്രോൾ ഓൺ ചെയ്യാനും പ്ലസ് മൈനസ് പിന്നെ സീറോ ആക്കാനുള്ള സ്വിച്ചുകൾ ക്രൂയിസ് കൺട്രോളിൻ്റെ ചില സെറ്റിങ്സുകളാണ് ഇവിടെ വരുന്നത്. അതുകൂടാതെ നമുക്ക് വോളിയം ബട്ടണും ഇവിടെ കാണാൻ സാധിക്കും. പിന്നെയുള്ള നോർമൽ വരുന്ന പോലെ നമ്മുടെ ഇൻഡിക്കേറ്റർ ഇവിടെ കാണാൻ പറ്റും, ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചുകൾ. പിന്നെയുള്ളത് നമുക്ക് ക്യാബിൻ്റെ അകത്തെ ലൈറ്റിനുള്ള സ്വിച്ചാണിത്. ക്യാബിൻ്റെ അകത്ത് പല ബ്രൈറ്റ്നസ് അനുസരിച്ച് നമുക്ക് ലൈറ്റ് നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പ്ലസ് മൈനസ് അടിച്ച് അതുപോലെ തന്നെ ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴാണുള്ള ആ മോഡൽ ഇട്ട് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. പിന്നെ നമ്മൾ നൈറ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു വെട്ടം വേണമെങ്കിൽ നമുക്ക് ആ മോഡിലിടാം. അങ്ങനെ പല മോഡിലിടാനുള്ള ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണത്. അതുകൂടാതെ നിങ്ങൾക്ക് സൺറൂഫ് ഉണ്ട് ഈ ട്രക്കിന്. സൺറൂഫ് ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ചാണിത്. ഇത് പ്രസ് ചെയ്താൽ സൺറൂഫ് ഓപ്പൺ ആവും. ഇപ്പോൾ സൺറൂഫ് ഓപ്പൺ ആവുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് ഓപ്പൺ ആവില്ല, ജസ്റ്റ് എയർ കയറാൻ വേണ്ടി മാത്രമേ ഓപ്പൺ ആവുള്ളൂ. പിന്നെ സൺറൂഫിൻ്റെ അവിടെ നമുക്ക് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ ഇപ്പോൾ ട്രക്ക് മാറിയോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതിൽ കൂടെ എസ്കേപ്പ് ആണുള്ള ഓപ്ഷനും അവിടെ എമർജൻസി എക്സിറ്റും വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇത് അടയ്ക്കണമെങ്കിൽ സെയിം താഴോട്ട് പ്രസ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ വോൾവോയുടെ കീ ഹോൾഡർ എപ്പോഴും വരുന്നത് ഇവിടെയാണ്. പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. ബാക്കിയുള്ളതെല്ലാം നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ റൈറ്റ് സൈഡിലാണ് നോർമൽ ട്രക്കുകളുടെ എല്ലാം വരുന്നത്. വോൾവോ ഈ ലെഫ്റ്റ് സൈഡിൽ ഇവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് സ്വിച്ച് ഓൺ ആക്കുന്നതും ഓഫ് ആക്കുന്നതെല്ലാം. കീ ഹോൾ ഇടുന്നത് ഇവിടെയാണ്. അതുകൂടാതെ ഈ സൈഡിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ടെമ്പറേച്ചർ കൺട്രോൾ, AC, അതായത് ഹീറ്ററിൻ്റെ സ്വിച്ചുകളാണിത്. പിന്നെയുള്ളത് മീഡിയ ഡിസ്പ്ലേ. ഇവിടെ നമുക്ക് ബ്ലൂടൂത്തായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് റേഡിയോ അതുപോലെ തന്നെ നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് എന്ത് വേണമെങ്കിലും വെക്കാം. പിന്നെ നിങ്ങൾക്ക് പുതിയ വോൾവോ ട്രക്കിലെല്ലാം ടോമിൻ്റെ ഇൻബിൽറ്റ് സാറ്റ്നാവ് ഉണ്ട്. അത് ഈ ഇങ്ങോട്ട് നോക്കിയാൽ നമ്മുടെ നാവിഗേഷൻ്റെ ചിഹ്നം നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ പോയി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹോം ബട്ടണിൻ്റെ നാവിഗേഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നാവിഗേഷൻ എടുത്ത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇത് മൊത്തം നാവിഗേഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റും. വീണ്ടും ഹോം ബട്ടണിലേക്ക് പോകണമെങ്കിൽ ഇവിടെ പോയാൽ മതി. പിന്നെ ഇവിടെ ബാക്കി സെറ്റിങ്സ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. വെഹിക്കിളിൻ്റെ സെറ്റിങ്സ് ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ളത് നമുക്ക് മ്യൂസിക് വേണമെങ്കിൽ ബ്ലൂടൂത്ത് ആഡ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ അകത്ത് വേറെ ഓപ്ഷൻ ഉണ്ട്. പിന്നെയുള്ളത് ഇത് പാർക്കിംഗ് സ്വിച്ചാണ്. നെക്സ്റ്റ് വരുന്നത് ട്രാക്ഷൻ കൺട്രോൾ, അതുപോലെ തന്നെ ഡിഫ് ലോക്ക്. നമ്മൾ ഏതെങ്കിലും മഡിലൊക്കെ അകപ്പെടുവാണെങ്കിൽ ഡിഫ് ലോക്ക് ഓൺ ആക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ലിഫ്റ്റ് ആക്സിൽ, ഇപ്പോൾ ലിഫ്റ്റ് ആക്സിൽ ഇപ്പോൾ വണ്ടി ലോഡില്ലാത്തതുകൊണ്ട് ആക്സിൽ പൊക്കിയാണ് വെച്ചിരിക്കുന്നത്. ഈ ലിഫ്റ്റ് ആക്സിൽ വീൽ താത്തണമെങ്കിൽ ജസ്റ്റ് ഇതിൽ നിങ്ങൾക്ക് 2 റൗണ്ട് കാണാൻ പറ്റും. അതായത് 2 വീല് താഴ്ന്നു നിൽക്കുമായിരിക്കും. ഇപ്പോൾ അത് മീറ്റർ കൺസോൾ നോക്കി കഴിഞ്ഞാൽ അത് മാറിയിട്ടുണ്ട്. ജസ്റ്റ് അഗെയിൻ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലിഫ്റ്റ് ആക്സിൽ പൊങ്ങിയിട്ടുണ്ട്, വീല് പൊങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കത് ഡിസ്പ്ലേ കാണാൻ പറ്റും. അതുപോലെ ഇത് ഹിൽ അസിസ്റ്റൻറ്റ്. ഇത് ബാക്ക് നമ്മുടെ ഹൈറ്റ് വെഹിക്കിൾ ഹൈറ്റ് നോർമൽ ബാക്ക് ടു അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇത് സ്വിച്ചാണിത്. പിന്നെ ഉള്ളത് ലൈൻ വാർണിംഗ് ലൈറ്റ്, ദാറ്റ്സ് ഓൾ ഇവിടെ വരുന്നത്. പിന്നെ ഉള്ളത് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ വെഹിക്കിളിൻ്റെ ഓട്ടോമാറ്റിക് ഗിയറാണിത്. ഇതിൻ്റെ ഗിയർ ഇതാണ്. ഇപ്പോൾ വണ്ടി ന്യൂട്രലാണ്. ഇതുപോലെ നമുക്ക് ഇങ്ങോട്ട് ഇത് ഓട്ടോമാറ്റിക് മോഡിലാണുള്ളത്. അതുപോലെ മാനുവലായിട്ട് വണ്ടി ഓടിക്കണമെങ്കിൽ നമുക്ക് മാനുവൽ ഇട്ടിട്ട് പ്ലസ് മൈനസ് ഇട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ റിവേഴ്സ്, ഇവിടെ തന്നെ റിവേഴ്സും ഉണ്ട്. അതാണ് ഇവിടെ വരുന്നത്.